ഒരു കാലത്ത് തെന്നിന്ത്യയിൽ തിരക്കുള്ള നടിയായിരുന്നു മോഹിനി. പൂച്ചക്കണ്ണുള്ള മോഹിനിയെ ആരാധിക്കുന്നവരും ഒരുപാട് പേരുണ്ടായിരുന്നു. തെന്നിന്ത്യൻ സിനിമാ മേഖലയിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ച മോഹിനി 2011 അവസാനം അഭിനയിച്ചത്. എന്നിട്ടും അവരുടെ പല കഥാപാത്രങ്ങളും ഇപ്പോഴും ആരാധകരുടെ മനസ്സിലുണ്ട്. 1991 തന്റെ 23-ാം വയസ്സിലാണ് മോഹിനി വിവാഹിതയാകുന്നത്. കരിയറിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് മോഹിനി ഈ തീരുമാനം എടുത്തത്. അതിനുശേഷം അമേരിക്കയിൽ സ്ഥിര താമസമാക്കിയ മോഹിനി പിന്നീട് ചുരുക്കം ചില സിനിമകൾ മാത്രമാണ് അഭിനയിച്ചത്. അടുത്തിടെ മോഹിനി തമിഴ് മാധ്യമമായ വികടന് നൽകിയ അഭിമുഖത്തിൽ തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചും വിഷാദ രോഗം മൂലം നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചും മനസ്സ് തുറന്നു. വിവാഹശേഷം ഭർത്താവിനും മകൾക്കുമൊപ്പം സന്തോഷകരമായ കുടുംബജീവിതമാണ് നയിച്ചിരുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഞാൻ വിഷാദത്തിലേക്ക് വീണുപോകുകയാണെന്ന് തിരിച്ചറിഞ്ഞു. എന്റെ ജീവിതത്തിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും വിഷാദ രോഗിയായി. ഒരു ഘട്ടത്തിൽ ആത്മഹത്യക്ക് പോലും ശ്രമിച്ചു. ഒന്നല്ല 7 തവണ. ആ കാലഘട്ടത്തിൽ ഒരു ജ്യോത്സ്യനെ കണ്ടുമുട്ടിയ സംഭവം മോഹിനി പങ്കുവച്ചു. ആ സമയത്ത് ആരോ എനിക്കെതിരെ ദുർമന്ത്രവാദം നടത്തിയതായി ഒരു ജ്യോത്സ്യൻ എന്നോട് പറഞ്ഞു. ആദ്യം ഞാൻ അത് തിരിച്ചു തള്ളി. എന്നാൽ പിന്നീട് എന്തിനാണ് ഞാൻ ആത്മഹത്യക്ക് വരെ തുനിഞ്ഞതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. വിശ്വാസത്തിലൂടെ തിരികെ പോരാടാൻ തുനിഞ്ഞപ്പോഴാണ് ജീവിതത്തിൽ വഴിത്തിരിവുണ്ടായതെന്ന് നടി മോഹിനി പറഞ്ഞു. ആ തിരിച്ചറിവിന് ശേഷമാണ് ഞാൻ അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിച്ചു തുടങ്ങിയത്. എനിക്ക് യഥാർത്ഥത്തിൽ ശക്തി നൽകിയത് എന്റെ ജീസസ് ആയിരുന്നു എന്ന് മോഹിനി പറഞ്ഞു.